കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. അങ്ങനെ ഒരു ഓണക്കാലം വരവായി. പൂക്കളത്തിന്റെയും സദ്യയുടെയും ഒത്തൊരുമയുടെയും കാലം. യു ആർ ലിസണിംഗ് ടു റേഡിയോ പ്രിയോർ, പ്രസന്റഡ് ബൈ 8D സ്റ്റുഡൻസ്. എല്ലാവർക്കും നന്മയുടെയും ഐശ്വര്യത്തിന്റെയും ഓണക്കാലം ആദ്യമേ ആശംസിക്കട്ടെ. ഓണത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാമല്ലോ. എന്നിരുന്നാലും ഓണത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ വരുന്നു വൈഷ്ണവ്. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഓണം കേരളത്തിലെ പ്രധാന വിളവെടുപ്പ് ഉത്സവമാണ്. ഇത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി ആഘോഷിക്കപ്പെടുന്നു. ഓണം പ്രധാനമായും മഹാബലിയുടെ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിഷ്ണുവിൻ്റെ വാമനാവതാരവും മഹാബലിയുടെ കഥയുമായി ഓണത്തിൻ്റെ ഐതിഹ്യത്തിൽ പ്രധാനമാണ്. മഹാബലി എന്ന അസുര രാജാവ് കേരളം ഭരിക്കുന്ന കാലത്ത് ഐശ്വര്യവും സമൃദ്ധിയും ഇവിടെ നിറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ജനങ്ങൾ സന്തുഷ്ടരായിരുന്നു. വാമനൻ എന്ന ബ്രാഹ്മണ ബാലനായി അവതാരമെടുത്ത വിഷ്ണു മഹാബലിയോട് 3 അടി മണ്ണ് യാചിച്ചു. മഹാബലി അത് നൽകാമെന്ന് സമ്മതിച്ചു. വാമനൻ തൻ്റെ വിശ്വരൂപം പൂണ്ട് ആദ്യത്തെ 2 അടി കൊണ്ട് ഭൂമിയും ആകാശവും അളന്നു. 3-ാമത്തെ അടി അളക്കാൻ സ്ഥലം ഇല്ലാതെയിരുന്നപ്പോൾ മഹാബലി തൻ്റെ ശിരസ് താഴ്ത്തിക്കൊടുത്തു. വാമനൻ അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. എന്നാൽ മഹാബലിയുടെ ഭക്തിയിൽ സംതൃപ്തനായ വിഷ്ണു വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ സന്ദർശിക്കാൻ മഹാബലിക്ക് അനുമതി നൽകി. ആ ദിവസമാണ് ഓണമായി ആഘോഷിക്കുന്നത്. ഇനി നമുക്ക് മനോഹരമായ ഒരു ഓണപ്പാട്ട് ആസ്വദിച്ചാലോ? ഗാനം ആലപിക്കുന്നത് വിസ്മയ. തിരുവാവണിരാവ് മനസാകി നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകി നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാൽക്കൊമ്പേറും ഒരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാൻ്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാകി നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകി നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ, പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ, പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ, പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ. കടക്കണ്ണിൻ മഷി മിന്നും മുറപ്പെണ്ണിൻ കവിളത്ത്, കുറുമ്പിൻ്റെ കുളിരും അസമ്മാനം. മൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത്, പുന്നാര കാറ്റിൻ്റെ സഞ്ചാരം. ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരും നിറവയറൂണിൻ്റെ സന്തോഷം. പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ
നിലവേരുമുണരുന്നു സംഗീതം സംഗീതം. പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാൻ്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. വനിതാ സമത്വ ദിനം. ലോകമെമ്പാടും എല്ലാ വർഷവും ഓഗസ്റ്റ് 26-ന് വനിതാ സമത്വ ദിനം ആചരിക്കുന്നു. ലിംഗപരമായ എല്ലാ വിവേചനങ്ങളും ഇല്ലാതാക്കി ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ തുല്യ പദവി ആഘോഷിക്കുന്നതിനുള്ള ഒരു ദിനമാണ് ഓഗസ്റ്റ് 26 ആചരിക്കുന്നത്. 1972 US ഭരണഘടനയുടെ 19ാം ഭേദഗതി പ്രഖ്യാപിച്ച സ്മരണാർത്ഥമാണ് ഈ ദിനം ആചരിക്കുന്നത്. വിദ്യാഭ്യാസം മുതൽ തൊഴിൽ വരെ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ തുല്യ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മലാല യൂസുഫ്സായി പാകിസ്ഥാനിലെ സ്ത്രീ വിദ്യാഭ്യാസത്തിനായുള്ള ഒരു ആക്ടിവിസ്റ്റും ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവുമാണ്. താലിബാന്റെ വധശ്രമത്തിൽ നിന്ന് അതിജീവിച്ചതിനു ശേഷം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള പോരാട്ടത്തിന്റെ അന്താരാഷ്ട്ര പ്രതീകമായി അവർ മാറി. എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നേടിക്കൊടുക്കുന്നതിന് അചഞ്ചലമായി അവർ പ്രവർത്തിച്ചു. അവരുടെ ജീവിതകഥയും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള പോരാട്ടവും പറയുന്ന ഐ ആം മലാല എന്ന ഓർമ്മക്കുറിപ്പിന്റെ സഹരചയിതാവ് കൂടിയായിരുന്നു അവർ. 2014 17ാം വയസ്സിൽ സമാധാനത്തിനുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവായി. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മലാല ഫണ്ടുമായി മറ്റ് സംഘടനകളുമായും അവർ പ്രവർത്തിക്കുന്നത് തുടരുന്നു. ഇനി നമുക്ക് അലിയോൾ ആലപിച്ചൊരു മനോഹരമായ ഒരു ഭക്തിഗാനം കേട്ടാലോ? യേശുവിനമ്മേ മാതാവേ ആരുമസുതർക്ക് ആലംബമേ ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. യേശുവിനമ്മേ മാതാവേ അരുമസുതർക്ക് ആലംബമേ ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. 12 നക്ഷത്രമുടിയുള്ളോരമ്മേ പാതാരവിന്ദത്തിൽ ചന്ദ്രൻ. 12 നക്ഷത്രമുടിയുള്ളോരമ്മേ പാതാരവിന്ദത്തിൽ ചന്ദ്രൻ. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുമ്പോൾ സൂര്യനേക്കാളും നീ തേജസ്വനി. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുമ്പോൾ
സൂര്യനേക്കാളും നീ തേജസ്വിനി. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. ഘോരസർപ്പത്തിൻ്റെ തല തകർക്കാനായി താതന്നയച്ചോരെന്നമ്മേ. ഘോരസർപ്പത്തിൻ്റെ തല തകർക്കാനായി താതന്നയച്ചോരെന്നമ്മേ. അമല മനോഹരി അമ്മയല്ലേ നീ, ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ. അമല മനോഹരി അമ്മയല്ലേ നീ, ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. പ്രകൃതിയെ മനോഹരിയാക്കുന്നത് വൈവിധ്യമാർന്ന പൂക്കളാണ്. ജീവന്റെ പ്രതീക്ഷകളും കിനാവുകളും പകരുന്ന പൂക്കളെ കുറിച്ച് നമുക്കൊരു കവിത ആസ്വദിച്ചാലോ? പി മധുസൂദനന്റെ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത പൂർവ്വ വിദ്യാർത്ഥിയായ സാന്ദ്ര ആലപിക്കുന്നു. പൊന്മയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചെത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ, മഞ്ഞ നക്ഷത്രമെന്ന പോൽവേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചീറ്റി നിൽക്കും പനി നീർമലരുകൾ, രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ, പൂക്കളെത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ, പൂക്കൾ മണ്ണിൻ്റെ ഓമൽക്കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. ദേശീയ കായിക ദിനം. ഹോക്കി കളിക്കാരൻ മേജർ ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ഇന്ത്യൻ ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഈ ദിനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുവാൻ എത്തുന്നു ജാനകി. National Sports Day. The National Sports Day in India is celebrated on 29 August on the birth anniversary of hockey player Major Dhyan Chand. This day marks the birthday of Major Dhyan Chand Singh, the hockey player who won gold medals in Olympics for India in the years 1928, 1932 and 1936. He was a legendary figure in the India and world hockey. The most noted memorial for him were the Major Dhyan Chand Award, the highest award for lifetime achievement in sports and games in India. The National Sports Day celebrated on his birthday. Major Dhyan Chand learned the game of hockey from his coach Pankaj Gupta. There is no one who has reached his level in hockey. The birth
anniversary of hockey legend Major Dhyan Chand is on 29 August 1905. പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. കഥ കേൾക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണല്ലോ. ഇനി നമുക്ക് അലീന പറയുന്നൊരു കഥ കേട്ടാലോ? സിംഹത്തിനു പറ്റിയ അമിളി. ഒരിക്കലൊരു സിംഹം ഇര തേടി നടക്കുകയായിരുന്നു. സിംഹം ഒരു തടിയൻ മുയൽ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടു. സിംഹത്തിന് വലിയ സന്തോഷമായി. ഉറങ്ങുന്ന തടിയൻ മുയലിനെ കടിക്കാനായി സിംഹം ഒരുങ്ങി. അപ്പോഴാണ് ഒരു മാൻ അതിലെ ഓടുന്നത് സിംഹം കണ്ടത്. കുറച്ചുകൂടി വലിയ ഇരയാണല്ലോ മാൻ, അതിനെ പിടിച്ചു കളയാം. സിംഹം മാനിനു പിറകെ ഓടി. മാൻ കുതിച്ചു ചാടി. സിംഹത്തിന് മാനെ കിട്ടിയില്ല. ഓടിത്തളർന്ന സിംഹം മുയൽ കിടക്കുന്ന ഇടത്തേക്ക് വന്നു. അപ്പോഴോ മുയലില്ല. മുയൽ ഉണർന്ന് ഓടിപ്പോയിരുന്നു. വിശന്നു വലഞ്ഞ സിംഹം ഓർത്തു മുയൽ മതിയായിരുന്നു. മാനിനു പുറകെ പോയപ്പോൾ മാനുമില്ല, മുയലുമില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? ഉള്ളത് കൊണ്ട് ജീവിക്കണം. മറ്റൊന്നിനു പിറകെ പോയാൽ ഉള്ളതും കൂടി ഇല്ലാതെയാകും. ഇനി നമുക്ക് സ്റ്റീനി ആലപിച്ചൊരു ഗാനം കേട്ടാലോ? ജൂപ്പിറ്റർ മഴ നനയാം, ചന്ദ്രനെ നോക്കിയിരിക്കാം, ചൊവ്വേലൊരു മാളിക കെട്ടാം നിനക്കായി ഞാൻ. തിരികെ വരുമോ നീ എന്നരികിലണയുവാൻ? ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ? ഓർക്കുന്നു വഴിയരികിൽ മഴ തോരും നേരത്തായി മിഴി നിറഞ്ഞരികെ നിന്നു മുറിവേറ്റ ശലഭം നീ. നിറമേറാ ഞാനരികെ, തുണയേറാ ഞാനരികെ. ഇന്നു ഞാനകലെ പരലോകം കാണാൻ നീങ്ങുന്നേ. കരയാൻ വയ്യ, നിന്നെ പിരിയാൻ വയ്യ. വിധിയെല്ലാം വരനായി അകലുന്നു ഞാൻ. ഓർക്കാമായാമം മരണത്തിൻ പാതയിലായി വഴി നീളെ അലയും നിൻ പ്രാണനായി നീ. നിറമേറാ ഞാനരികെ, തുണയേറാ നീയരികെ. ഇന്നു ഞാൻ തനിയെ വഴിയരികിൽ നിന്നെ തേടവേ. കരയാൻ വയ്യ, നിന്നെ പിരിയാൻ വയ്യ. വിധിയെല്ലാം വരനായി അകലുന്നു ഞാൻ. പാർക്കാമായ ലോകത്ത് കനവെല്ലാം കനിയും ലോകത്ത് കഴിയാം നനയാം വാഴാം നിൻ വധുവായി. ജൂപ്പിറ്റർ മഴ നനയാം, ചന്ദ്രനെ നോക്കിയിരിക്കാം, ചൊവ്വേലൊരു മാളിക കെട്ടാം നിനക്കായി ഞാൻ. തിരികെ വരുമോ നീ എന്നരികിലണയുവാൻ? ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ? You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഓണ വിഭവങ്ങളിൽ നമ്പർ 1 താരമാണ് പായസം. സദ്യ കഴിഞ്ഞ് വരുന്നവരോട് ഏതായിരുന്നു പായസം എന്നായിരിക്കും നമ്മൾ ആദ്യം ചോദിക്കുക. അതിൽ പാലടയോളം തലയെടുപ്പുള്ള മറ്റൊരു വിഭവവും ഇല്ല. ഇത്തവണ പാലടപ്രഥമൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? ശിവനന്ദ അടപ്രഥമൻ റെസിപ്പിയുമായി വരുന്നു. അടപ്രഥമൻ വേണ്ട ചേരുവകൾ: അരിയട 1/2 കപ്പ്, പാൽ 3 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, ഏലക്കപ്പൊടി 1/4 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം, കിസ്മിസ് 25 ഗ്രാം, നെയ്യ് 1/2 ടീസ്പൂൺ, കണ്ടൻസ് മിൽക്ക് 1 കപ്പ്. ഉണ്ടാക്കുന്ന വിധം: തിളപ്പിച്ച വെള്ളത്തിൽ അട 20 മുതൽ 30 മിനിറ്റ് നേരം കുതിർത്ത് വെക്കുക. കുതിർത്ത അട സാദാ വെള്ളത്തിൽ 2 3 തവണ കഴുകി എടുക്കുക. അട തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരിപ്പ പോലുള്ള പാത്രത്തിലിട്ട് വെള്ളം ഊറ്റി കളയുക.
3 കപ്പ് പാൽ നന്നായി ചൂടാക്കുക. അതിലേക്ക് കഴുകി വെച്ച അട തീ കുറച്ച് വെച്ച് 25 മുതൽ 30 മിനിറ്റ് ഇട്ട് വേവിക്കുക. അട കട്ടിയില്ലാതെ നേർത്ത് വരുന്നത് വരെ വേവിക്കണം. ഇതിലേക്ക് പഞ്ചസാരയും ചേർത്ത് കുറച്ചു നേരം കൂടി വേവിക്കുക. ഇളനിറമാവുന്നത് വരെ വേവിക്കണം. പിന്നീട് കണ്ടൻസ് മിൽക്ക് ചേർക്കുക. ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർത്തു ഇളക്കിയ ശേഷം തീ അണയ്ക്കണം. നെയ്യ് ചൂടാക്കി അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കുറച്ചു നേരം ഇളക്കിയെടുത്ത് പായസത്തിൽ ചേർക്കണം. 10 മുതൽ 15 മിനിറ്റ് ശേഷം അര ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കുക. സ്വാദേറിയ പാലട പ്രഥമൻ റെഡി. ഈ ആഴ്ചയിലെ സ്കൂൾ വാർത്തകൾ കേൾക്കേണ്ടേ? വാർത്തകൾ വായിക്കുന്നത് അലിയോണ. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അലിയോണ. ഈ മാസം ഓഗസ്റ്റ് 18-ാം തീയതി ഫസ്റ്റ് ടേം എക്സാം ആരംഭിച്ചു. ഈ വർഷം മുതൽ ഓണപരീക്ഷയ്ക്ക് 30% മാർക്ക് ലഭിക്കുന്ന കുട്ടികൾ മാത്രമേ പരീക്ഷയ്ക്ക് പാസ്സാകുകയുള്ളൂ എന്നറിയിക്കുകയുണ്ടായി. പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ എല്ലാ നടപടികളും സ്കൂൾ സ്വീകരിക്കുകയും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. പറവൂർ ഉപജില്ലാ തലത്തിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വാഗ്മയം പരീക്ഷയിൽ സെന്റ് ഫിലോമിനാസിലെ 9ബിയിലെ ഗൗരി ശങ്കർ 3-ാം സ്ഥാനം കരസ്ഥമാക്കി. എറണാകുളം ഡിസ്ട്രിക്ട് ജൂനിയർ ഹോക്കിയിൽ സെന്റ് ഫിലോമിനാസ് HSS കൂനമാവിലെ പെൺകുട്ടികൾ വിജയികളായി. കൂടാതെ എറണാകുളം ഡിസ്ട്രിക്ട് ജൂനിയർ ഹോക്കി ബോയ്സിൽ നമ്മുടെ ആൺകുട്ടികൾ റണ്ണറപ്പായി. ഓഗസ്റ്റ് 27-ാം തീയതി ബുധനാഴ്ച സ്കൂളിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ നടക്കും. ഓണസദ്യയും ഓണക്കളികളും ഉൾപ്പെടുത്തിയ ഒരു ആഘോഷ വിരുന്ന് ഒരുക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ പുരോഗതിക്കു വേണ്ടിയുള്ള ധനശേഖരണത്തിൻ്റെ ഭാഗമായി അന്നേ ദിനം PTA-യുടെ നേതൃത്വത്തിൽ ഒരു പായസ ചലഞ്ച് കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. പാലട പായസത്തിന് 1 ലിറ്ററിന് 240 രൂപയാണ്. മുൻകൂട്ടി പൈസ നൽകി ഓർഡർ ചെയ്യുന്നവർക്ക് വേണ്ടി ആയിരിക്കും പായസം ഉണ്ടാക്കുന്നത്. ഈ ആഴ്ചത്തെ വാർത്തകൾ ഇതോടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കഥകളും കവിതകളുമായി റേഡിയോ പ്രിയോർ ജൈത്രയാത്ര തുടരുന്നു. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ സ്റ്റുഡൻസ് ഓഫ് 8D സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ